+2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന വിദ്യാർത്ഥിയോട് എനിക്ക് ചോദിക്കാനുള്ള പ്രധാനപ്പെട്ട ചോദ്യം, ഇനിയും നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലേ? ഇനിയും നിങ്ങൾ മടി പിടിച്ചിരിക്കുകയാണോ? ഇനിയും നിങ്ങൾ ആർക്കോ വേണ്ടി കാത്തിരിക്കുകയാണോ? ഇനിയും നിങ്ങൾക്ക് വേണ്ടി പഠിക്കാൻ നിങ്ങൾ തുടങ്ങിയിട്ടില്ലേ? സത്യസന്ധമായിട്ട് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. നിങ്ങൾ സ്കൂളിൽ ഓരോ സബ്ജക്റ്റിലും എത്ര ചാപ്റ്റർ വീതം എടുത്തു തുടങ്ങി, നിങ്ങൾ എത്രത്തോളം പഠിച്ചു തുടങ്ങി എന്നുള്ള കാര്യം സത്യസന്ധമായിട്ട് കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ ഇതാ ജൂൺ ഏകദേശം പകുതിയായി. ജൂലൈ, ഓഗസ്റ്റ് നിങ്ങൾക്ക് ഓണം എക്സാം ആണ്, പിന്നെ ഓണം വെക്കേഷൻ വരും. സെപ്റ്റംബർ, ഒക്ടോബർ ആ 2 മാസം നിങ്ങൾക്ക് ആർട്സ്, സ്പോർട്സ്, ഫെയറുകൾ, യൂത്ത് ഫെസ്റ്റിവൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചിലപ്പോൾ ടൂർ അടക്കം ആ മാസങ്ങളിലായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡിസംബറിൽ ക്രിസ്മസ് എക്സാം വന്നു, ജനുവരി ആയി, പിന്നെ ജനുവരിയിൽ അല്ലെങ്കിൽ ഫെബ്രുവരിയിൽ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ എക്സാം വരും, മാർച്ചിൽ പബ്ലിക് എക്സാം വരും. കഴിഞ്ഞ ഈ കൊല്ലം ഈ അക്കാഡമിക് ഇയർ നമ്മൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് നമ്മുടെ മുന്നിൽ നിന്ന് കഴിഞ്ഞു പോകും. പക്ഷെ ഇപ്പോഴും നിങ്ങൾ സമയമുണ്ടല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ പഠിക്കാതിരിക്കുകയാണെങ്കിൽ മക്കളെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാവും. കാരണം ഇത്തവണ നിങ്ങൾ നോക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ പഠിക്കാനിരിക്കുമ്പോൾ, നിങ്ങളിപ്പോൾ തുടക്കം മുതലേ പഠിക്കാൻ ഈ ഒരു പ്രശ്നമില്ല, നിങ്ങൾ പഠനമൊക്കെ എക്സാം സമയത്തേക്ക് മാത്രം മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങൾ നേരിടാൻ പോകുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, നിങ്ങളുടെ കോണ്ടന്റ്, നിങ്ങൾക്ക് പഠിക്കാനുള്ള കോണ്ടന്റ് അതെന്തായിരിക്കും? വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് തോന്നിയത് വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്, വളരെ ഓക്കെ ആണെന്നൊക്കെ. പക്ഷേ നിങ്ങൾക്ക് പഠിക്കാനുള്ള കോണ്ടന്റ് എന്താണ്? വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള കോണ്ടന്റ് എന്താണ്? വളരെ കൂടുതലാണ്. അതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തത്, ഇതിൻ്റെ ക്വസ്റ്റ്യൻ പാറ്റേൺ. ഓരോ കൊല്ലവും ക്വസ്റ്റ്യൻ പാറ്റേൺ ചെറിയ രീതിയിൽ മാറുന്നുണ്ട്, ക്വസ്റ്റ്യൻ ലെവൽ ടഫ് ആകുന്നുണ്ട്. ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഹ്യൂമാനിറ്റീസിലെ 70% താഴെയും കൊമേഴ്സിലെ 78% താഴെയുമാണ് വിജയ ശതമാനം. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആളുകൾ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും തോറ്റു പോകുന്നുണ്ട്. നല്ല രീതിയിൽ കൊമേഴ്സിലും ഹ്യൂമാനിറ്റീസിലും കുട്ടികൾ തോറ്റു പോകുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു എഫക്ട്സ് എന്താ? ഇതാണ് നിങ്ങൾ നേരിടുന്ന പ്രശ്നം. കണ്ടന്റ് വളരെ കൂടുതലാണ്. തുടക്കം മുതലേ പഠിച്ചിട്ടില്ലെങ്കിൽ, തുടക്കം മുതലേ നിങ്ങൾ പഠിക്കാൻ തയ്യാറല്ലെങ്കിൽ, തുടക്കം മുതലേ നിങ്ങൾ എഫേർട്ട് ഇടാൻ തയ്യാറല്ലെങ്കിൽ, നിങ്ങൾ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് കോണ്ടന്റ് വളരെ കൂടുതലായിരിക്കും, ക്വസ്റ്റ്യൻ പാറ്റേൺ ടഫ് ആവും, ക്വസ്റ്റ്യൻ ലെവൽ മാറും, പിന്നിങ് പെർസെൻറ്റേജ് കുറയും. അപ്പോൾ ഇത് കാരണം ഉണ്ടാകുന്ന എഫക്റ്റ് എന്തൊക്കെയാണ്? നിങ്ങൾക്ക് മാർക്ക് കുറയും, ചിലപ്പോൾ തോറ്റു പോകാനുള്ള ചാൻസ് ഉണ്ട്. നിങ്ങൾ ആഗ്രഹിച്ച സ്കൂളിൽ ആഗ്രഹിച്ച കോഴ്സ് എടുക്കാനോ, നിങ്ങൾ ആഗ്രഹിച്ച കോളേജിൽ ആഗ്രഹിച്ച കോഴ്സ് എടുക്കാനോ, ആഗ്രഹിച്ച സ്ഥലത്ത് പഠിക്കാനോ ഒന്നും നിങ്ങൾക്ക് സാധിക്കാൻ പറ്റാതെ വരും. ഇത് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും. ചിലപ്പോൾ നിങ്ങൾ എന്ത് ജോലി ചെയ്യണമെന്ന് വരെ നിങ്ങളുടെ +2 മാർക്ക് ബേസ് ചെയ്ത് തീരുമാനിക്കപ്പെടുക. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ഇതിനുള്ള സൊല്യൂഷൻ എന്താടാ? പ്രോപ്പറായിട്ട് പഠിക്കുക എന്നുള്ള. ശ്രദ്ധിക്കണേ, ഇപ്പം നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്. ഞാൻ വീണ്ടും പല വീഡിയോസിലും ആവർത്തിച്ച കാര്യം പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നത്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ സമയമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ പഠിക്കാനുള്ള സമയമുണ്ട്, ഇപ്പോൾ നിങ്ങളുടെ മുന്നിൽ എഫേർട്ട് ഇടാനുള്ള സമയമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് സമയം ഒരുപാടുണ്ട്. ഈ സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ, ഈ സമയം നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ, ഈ സമയം നിങ്ങൾ കൃത്യമായ രീതിയിൽ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ, ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും. ഡെഫിനറ്റ്ലി ഇത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടാവുന്നു, ഭയങ്കരമായിട്ട് പ്രശ്നമായിട്ട് മാറുന്നു. സോ ഈ സമയം നിങ്ങൾ പഠിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് പഠിക്കുക. പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന കാര്യങ്ങൾ റിവൈസ് ചെയ്യാം. ഇതൊരാഴ്ച പഠിച്ച് റിവൈസ് ചെയ്ത് നിർത്തരുത്. കൺസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യണം. നിങ്ങൾ ഒരാഴ്ച നല്ല ഇൻട്രസ്റ്റോട് കൂടി പഠിക്കും, പിന്നെ നിങ്ങൾ നിർത്തും. അത് ചെയ്യരുത്. പഠിക്കുന്നതും റിവൈസ് ചെയ്യുന്നതും ഈ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. തീർന്നിട്ടില്ല. പരമാവധി ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് PYQs മാക്സിമം റെഫർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യുന്നു? പരമാവധി പ്രാക്ടീസ് ചെയ്തിട്ട് PYQs നിങ്ങൾ എന്ത് ചെയ്യുക? മാക്സിമം റെഫർ ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ബെസ്റ്റ് മാർക്ക് നേടാൻ പറ്റും. അങ്ങനെ പഠിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ സൂപ്പർ ബാച്ച് അതിനുള്ള ബെസ്റ്റ് ഓപ്ഷനാണ്. നിങ്ങൾക്ക് വേണ്ട റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ് ഉണ്ട്, എല്ലാം നമ്മുടെ ബാച്ചിൽ അവൈലബിൾ ആണ്. ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുക. ഇനി നിങ്ങൾക്ക് തോന്നുന്നത്, അയ്യോ സാറേ ബാച്ചിൽ ജോയിൻ ചെയ്യാനുള്ള പൈസ ഇല്ല, ഞാൻ ഓൾറെഡി വേറെ ട്യൂഷൻ പോകുന്നുണ്ട്. നോ പ്രോബ്ലം. നിങ്ങൾക്ക് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ പണമില്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ ക്ലാസ് കറക്റ്റായിട്ട് ശ്രദ്ധിച്ചിട്ട് അത് നോക്കി പഠിക്കുക. ഇനി നിങ്ങൾ ഓൾറെഡി വേറെ ട്യൂഷന് പോകുന്ന ഒരാളാണെങ്കിൽ ആ ട്യൂഷൻ്റെ ക്ലാസ്സും സ്കൂളിലെ ക്ലാസ്സും കേട്ട് കറക്റ്റായിട്ട് പഠിക്കുക. നിങ്ങൾക്ക് എജുപോടെ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്താൽ റെക്കോർഡ് ക്ലാസ് ഉണ്ട്, ലൈവ് ക്ലാസ്, ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ്, മെൻറ്റർ സപ്പോർട്ട്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എജുപോർട്ടിൻ്റെ ബാച്ച് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എജുപോർട്ടിൻ്റെ ബാച്ച് നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ ഓക്കെ ആകും. എജുപോർട്ടിൻ്റെ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിച്ചാൽ കാര്യങ്ങൾ സെറ്റ് ആകും. അപ്പോൾ നിങ്ങൾക്ക് സ്കൂളിലെ ക്ലാസ് അടിപൊളിയാണ്, നിങ്ങൾ അവിടുത്തെ ക്ലാസ് നോക്കി പഠിച്ചോ, നോ പ്രോബ്ലം. ട്യൂഷൻ ഉണ്ടെങ്കിൽ ട്യൂഷൻ്റെ സ്കൂളിലത്തെ ക്ലാസ് നോക്കി പഠിച്ചോ, നോ പ്രോബ്ലം. ഇത് രണ്ടും ഓക്കെ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ എജുപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിലേക്ക് വാ. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. സോ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക, അല്ലെങ്കിൽ nafi.eduport
എന്ന എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് എന്ത് ചെയ്തോ ഒന്ന് മെസ്സേജ് അയച്ചോ, ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക് എങ്ങനെയാണ് സൂപ്പർ ബാച്ച് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ nafi.edu എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുകയോ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിലെ ഫോം ഒന്ന് ഫില്ല് ചെയ്യുകയോ ചെയ്യുക. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ അടിപൊളി ക്ലാസ് ആണെങ്കിൽ അവിടുത്തെ ക്ലാസ് നോക്കി അതിൽ പഠിച്ചാൽ മതി. നിങ്ങൾക്ക് ട്യൂഷന് പോകുന്നുണ്ടെങ്കിൽ ട്യൂഷനിലെയും സ്കൂളിലെയും ക്ലാസ് നോക്കി അടിപൊളിയായിട്ട് പഠിച്ചാൽ മതി. ഇത് രണ്ടും ഓക്കെ അല്ലെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നിങ്ങൾ സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്തോ, കാര്യങ്ങളൊക്കെ സെറ്റ് ആവും. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇറ്റ്സ് ബീൻ നഫീസ് സൈനിങ് ഓഫ്.